ഇവിടെ മുണ്ടക്കായി ഭാഗത്തുനിന്നും ചൂരമല ഭാഗത്തുനിന്നും വന്ന് അടിഞ്ഞേരുന്ന ഒരു ഭാഗമാണ് അട്ടമല പ്രദേശം. ഇവിടെയാണ് വന്ന് അടിഞ്ഞിടുന്നത്. 2 ദിവസം കൊണ്ട് ഇന്നലെ വരെ നമ്മളൊരു 38ഓളം ബോഡികൾ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി രക്ഷാപ്രവർത്തനം ഊർജ്ജമാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഇവിടുന്ന് നമുക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ തന്നെ നമുക്ക് ഇനി ബോഡികളുണ്ട്. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പല മേഖലകളെ കേന്ദ്രീകരിച്ച് വേണം നമുക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അത് മിഷനറി സാധനം, അതുപോലെ ഇറ്റാച്ച് പോലെ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പുഴ പോകുന്നത് ചാലിയാറിലോട്ടാണ് പോകുന്നത്. സൂചിപ്പാറ വഴി അതിനെ പുനപ്പുഴ കടന്ന് ചാലിയാറിലോട്ടാണ് പോകുന്നത്. നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബോഡികൾ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അവസ്ഥകൾ പറയുമ്പോൾ എല്ലാ മേഖലയിലും മരണത്തിൻ്റെ മണമാണ് നമുക്ക് കാണുന്നത്. ആ ഒരു സ്ഥിതിവിശേഷം. എൻ്റെ പ്രദേശമാണിത്, ഞാൻ ജനിച്ചു വളർന്ന നാടാണിത്. മരിച്ച ആൾക്കാരൊക്കെ എനിക്കെല്ലാവരും അറിയും. നമ്മൾ മുണ്ടക്കായി, ചൂരമല, അട്ടമല ഭാഗത്ത് മരണപ്പെട്ട എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് എനിക്കറിയാം. പക്ഷെ ഇവരൊക്കെ ബോഡി എടുക്കുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. ആ ഒരു മാനസിക പ്രയാസം കൂടി നമുക്കിതിലുണ്ട്. എന്താ പറയേണ്ടത് നമുക്കറിയില്ല. എത്ര ജനങ്ങളാണ് നമ്മളിന്ന് വിട്ടുപോയത്. മരണസംഖ്യ ഇനി ഉയരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, മുണ്ടക്കായിൽ നിന്നാണ് ഇത് ഒഴുകി വന്നത്. ഈ വെള്ളരിപ്പാറയിൽ നിന്ന് വന്ന് നേരെ മുണ്ടക്കായിൽ പകുതി 150ഓളം വീടുകൾ തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ ചൂരമല വാർഡിൽ ഒരു 120ഓളം വാർഡുകൾ പോയിട്ടുണ്ട്. എൻ്റെ വാർഡിൽ 68ഓളം വാർഡുകൾ ഇന്നലെയാണ് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നലെയാണ് നമുക്ക് ബ്രിഡ്ജ് വന്ന ശേഷം നമുക്ക് അങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞത്. അത്രമാത്രം ഭീകരമായൊരു അന്തരീക്ഷമാണ് നമ്മൾ ഈ പ്രദേശത്ത് നിലനിന്ന് പോകുന്നത്. തീർച്ചയായും